Sky Gold, elegance of beauty. UDF സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് കഴിഞ്ഞ ദിവസമായിരുന്നു. വലിയ ബജറ്റ് മാർച്ചിൽ വരും. അപ്പോൾ പെരിന്തൽമണ്ണ മങ്കട മണ്ഡലത്തിൽ പല പദ്ധതികൾക്കും ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. മങ്കട മണ്ഡലത്തിനെ കുറിച്ച് ചോദിക്കാം. മുസ്ലിം ലീഗിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഉമ്മർ അറയ്ക്കലാണ്. മങ്കട മണ്ഡലത്തിനെ കുറിച്ച് ചോദിക്കട്ടെ. മങ്കട മണ്ഡലത്തിൽ ഈ ബഡ്ജറ്റിൽ എന്തെങ്കിലും പദ്ധതികൾ, അതായത് ആഗ്രഹിച്ചതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപനം നടന്നിട്ടുണ്ടോ? എന്താണ് മങ്കട മണ്ഡലത്തിലേക്ക് കിട്ടിയത്? മങ്കട മണ്ഡലം എന്നല്ല, മലപ്പുറം ജില്ല തന്നെ വമ്പിച്ച സന്തോഷത്തിലും ആഹ്ലാദത്തിലും. കാരണം 10 വർഷം, ഒരു പതിറ്റാണ്ട് ഇടതുപക്ഷം ഇവിടെ സംസ്ഥാനം ഭരിച്ചപ്പോൾ മലപ്പുറം എന്നുള്ള ഒരു ജില്ല ഈ കേരള സംസ്ഥാനത്താണോ എന്ന് സംശയം തോന്നുന്ന വിധത്തിലായിരുന്നു. അതായത് വികസനത്തിന്റെ പുറമ്പോക്കിലേക്ക് മാറ്റി നിർത്തപ്പെട്ട ജില്ലയായിരുന്നു, മണ്ഡലവുമായിരുന്നു. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇടതുപക്ഷ ഗവൺമെന്റ് ഭരിച്ചിരുന്ന സമയത്തൊക്കെ നിങ്ങൾ ഈ സൂചിപ്പിച്ച മങ്കട മണ്ഡലത്തിനൊക്കെ ലഭിച്ചിരുന്നത് കേവലം 5 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളായിരുന്നു പരമാവധി കിട്ടിയത്. അതാണ് ഇപ്പോൾ 20 കോടിയിലധികം രൂപയായി മാറുന്നത്. എത്ര ഇരട്ടിയാണ് വർധനവ്! 5 കൊല്ലത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണ് ഇപ്പോൾ ഉള്ളത്. ആ സർക്കാർ അവതരിപ്പിച്ചൊരു സമ്പൂർണമായ സമയം ലഭിച്ചിട്ട് അവതരിപ്പിച്ച ബജറ്റുമല്ല, മുൻ സർക്കാർ അവതരിപ്പിച്ച ബജറ്റിന് ഭേദഗതി വരുത്തിക്കൊണ്ട് അവതരിപ്പിച്ചൊരു ബജറ്റാണ്. അങ്ങനെ വളരെ പരിമിതമായ സമയവും പരിമിതമായ സമ്പത്തും ഉപയോഗിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ UDF സർക്കാർ അവതരിപ്പിച്ചൊരു ബജറ്റ്. അത് കണ്ടാലറിയാം ഇനിയുള്ള അവശേഷിക്കുന്ന ബാക്കി 4 കൊല്ലങ്ങളിലെ ബജറ്റ് ഏത് തരത്തിലായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. അതിൻ്റെ തുടക്കം കണ്ടാലറിയാം ഒടുക്കം എങ്ങനെയായിരിക്കും. അങ്ങനെ നമ്മൾ ചൊല്ലുണ്ട്. ഓവർബ്രിഡ്ജ് ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു ബൈപ്പാസ് കൂടി ഉണ്ടാക്കിയിട്ട് മറ്റൊരു ഓവർബ്രിഡ്ജ് കൂടി ഉണ്ടാക്കിയെങ്കിലേ ശാശ്വതമായ പരിഹാരം കാണുകയുള്ളൂ അന്ന് UDF സർക്കാർ പറഞ്ഞതാണ്. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി ഇതിൻ്റെ തറക്കല്ലിട്ടപ്പോൾ പ്രഖ്യാപിച്ചതാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ അന്നത്തെ ഗവൺമെൻറ് വളരെ പെട്ടെന്ന് മാറി ഇടതുപക്ഷത്തിൻ്റെ ഗവൺമെൻറ് വന്നു. 10 കൊല്ലം ഇടതുപക്ഷ ഗവൺമെൻറ് ഭരിച്ചു. ഈ 10 കൊല്ലങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ട ബജറ്റിലൊക്കെ നമ്മൾ കുട്ടികളെ കയ്യിൽ പീടികയിലേക്ക് മുട്ടായി വാങ്ങിക്കൊടുക്കാൻ പൈസ കൊടുത്തയക്കുന്നത് പോലെ 100 രൂപയാണ് സംസ്ഥാന സർക്കാർ ബജറ്റിൽ വെച്ചത്. ഈ 100 രൂപ വെച്ചതിലൂടെ എന്തായിരിക്കും അവർ ഉദ്ദേശിച്ചതെന്ന് താങ്കൾക്ക് തോന്നുന്നത്? 100 രൂപ വെച്ചതിലൂടെ ഒരു പരിഹസിക്കലാണ്. ഞങ്ങളടുത്ത് ഇങ്ങനെ തന്നെ കിട്ടുകയുള്ളൂ. നിങ്ങൾ ഈ മണ്ഡലങ്ങളിൽ UDFന്റെ MLA-മാരെ ജയിപ്പിക്കുന്നത് ഒഴിവാക്കിയിട്ട് നിങ്ങൾ LDFന്റെ MLA-മാരെ ജയിപ്പിക്കുക, എന്നാൽ ഞങ്ങൾ തരും എന്ന സന്ദേശം പറയാതെ പറയുകയാണ് CPM ചെയ്തത്. ഇപ്പൊ ശരിക്കും പറഞ്ഞ 10 കോടി രൂപ കഴിഞ്ഞ ദിവസത്തെ ബഡ്ജറ്റിൽ ഒരടമ്പാലം മാനത്തമംഗലം ബൈപ്പാസിന് വേണ്ടി നീക്കി വെച്ചിട്ടുണ്ട്. ഈ പ്രാഥമിക ഘട്ടം, അതായത് സ്ഥലമേറ്റെടുക്കലൊക്കെ ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ്. ഈ 10 ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ പദ്ധതി പൂർത്തീകരിക്കണമെങ്കിൽ 250 കോടിയൊക്കെ നേരത്തെ പറഞ്ഞു കേട്ടു. പക്ഷേ ഇതിപ്പോൾ 400 കോടിയുടെ അടുത്തേക്ക് പോകുമെന്ന് പറയുന്നത്. ഈ പദ്ധതി പൂർത്തീകരിക്കാൻ സാധിക്കും എന്നത് നാട്ടുകാരുടെയും എല്ലാവരുടെയും ചോദ്യമാണ് ഈ സർക്കാരിന്റെ കാണാൻ. ഈ ബൈപ്പാസ് മേൽപ്പാലം എന്നൊക്കെ പറയുന്നത് ഒരു ദിവസം നേരം വെളുത്ത് വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുമ്പോഴേക്ക് അവസാനിപ്പിക്കുന്ന ഒരു പരിപാടിയല്ല. ഒരു ബൈപ്പാസ് ഉണ്ടാക്കണമെങ്കിൽ അതിനാദ്യം സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയാക്കണം. അതിൽ തന്നെ സങ്കീർണമായ ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. ഈ സ്ഥലം ആളുകളുടെ കയ്യിൽ നിന്ന് വാങ്ങണമെങ്കിൽ പൈസ കൊടുക്കണം. അതുകൊണ്ട് ഭൂമി ഏറ്റെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രാരംഭ പ്രവർത്തനം. ആ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് 10 കോടി രൂപ വെച്ചിട്ടുള്ളത്. നേരത്തെ സർക്കാർ 100 രൂപ വെച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു പരിഹസിക്കലായിരുന്നു. ആ 100 രൂപയുടെ സ്ഥാനത്താണ് 10 കോടി രൂപ UDF സർക്കാർ വെച്ചിട്ടുള്ളത്. മാധ്യമപ്രവർത്തകനാണ്, അധ്യാപകനാണ് റിയാസ് മങ്കട. മങ്കട മണ്ഡലത്തിന് UDF സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റിൽ എന്ത് ലഭിച്ചു എന്നാണ് താങ്കൾക്ക് പറയാനുള്ളത്? മങ്കട മണ്ഡലത്തില് ഓരാടംപാലം, മാനത്തുമംഗലം ബൈപ്പാസ്, പെരിന്തൽമണ്ണ മണ്ഡലം, അതുപോലെ തന്നെ മങ്കട മണ്ഡലത്തിനും, ഈ 2 മണ്ഡലത്തിനും ഉപകാരപ്രദമാകുന്ന ഒരു വലിയൊരു വികസനമാണ്. അതൊരു ചരിത്രപരമായ നേട്ടമെന്ന് അതിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. ചരിത്രപരമായ നേട്ടം. അല്ല, മങ്കട മണ്ഡലത്തിനെ കുറിച്ച് മങ്കട മണ്ഡലത്തിൽ, കാരണം ഈ റോഡ് എത്തിച്ചേരുന്ന ഓരാടംപാലം മങ്കട മണ്ഡലത്തിലാണ്. അതുകൊണ്ട് തന്നെ
അത് മങ്കട മണ്ഡലത്തിനും കൂടി ഉപകാരപ്പെടുന്ന ഒരു പദ്ധതിയാണ്. 2 MLA മാർ, ഇപ്പോൾ നജീബ് കാന്തപുരായാലും മഞ്ഞളാംകുഴി അലി സാഹിബ് ആയാലും രണ്ടുപേരും അതിനുവേണ്ടി പ്രവർത്തിച്ചവരാണ്. അതുകൊണ്ട് തന്നെ അത് ചരിത്രപരമായൊരു നേട്ടമാണ്. അതിൻ്റെ പ്രാരംഭ നടപടികൾക്കും അതുപോലെ തന്നെ അതിൻ്റെ സ്ഥലമേറ്റെടുപ്പ് അക്വയർ ചെയ്യാൻ വേണ്ടിയുള്ള 10 കോടി രൂപയാണ് ഇപ്പോൾ ബജറ്റിൽ നീക്കി വെച്ചിട്ടുള്ളത്. മങ്കട മണ്ഡലത്തിന് 20 കോടി വികസനത്തിൻ്റെ നേട്ടമായിട്ടാണ് നല്ല MLA പത്രക്കുറിപ്പായിട്ട് ഇറക്കിയത്. ആ 20 കോടി മറ്റു മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വലിയ നേട്ടമായിട്ട് കാണാം. പിന്നെ ടോക്കൺ പ്രൊവിഷനിലുള്ള ഒരുപാട് പദ്ധതികളുണ്ട്, അതിൻ്റെ പേര് ഇവിടെ പരാമർശിക്കുന്നില്ല. വലിയ നേട്ടമായിട്ട് ഈ UDF സർക്കാരിൻ്റെ ആദ്യത്തെ ബജറ്റ്, ഇനി മാർച്ചിൽ ബജറ്റ് വേറെ വരുന്നുണ്ടെങ്കിലും ഈ ബജറ്റ് വലിയ പ്രതീക്ഷ നൽകുന്ന ബജറ്റ്. ഏതായാലും റിയാസ് മങ്കടയും വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. മങ്കട മണ്ഡലത്തില് ബജറ്റിൽ എന്ത് കിട്ടിയെന്നുള്ള ചോദ്യം പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളോട് ചോദിച്ചു, മാധ്യമപ്രവർത്തകരോട് ചോദിക്കുകയാണ്. ദേശാഭിമാനിയുടെ ലേഖകനാണ്, മങ്കട ലേഖകനാണ്. അപ്പോൾ ബഷീർ, ഈ മങ്കട മണ്ഡലത്തിന് ഈ UDF സർക്കാരിൻ്റെ ആദ്യ ബജറ്റിൽ എന്ത് കിട്ടിയെന്നൊരു ചോദ്യമുണ്ട്. പല ആളുകളും പല അഭിപ്രായങ്ങളും പറയുന്നത്. താങ്കളുടെ അഭിപ്രായത്തിൽ മങ്കട മണ്ഡലത്തിന് ജനങ്ങൾ ആഗ്രഹിച്ചതൊക്കെ ഈ ആദ്യ ബജറ്റിൽ വന്നിട്ടുണ്ടോ? എനിക്ക് പറയാനുള്ളത് വളരെ നിരാശാജനകമാണ്. ഈ വലിയ പ്രതീക്ഷയിലാണ് ജനങ്ങൾ കാത്തിരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ബജറ്റിൽ നീക്കിവെച്ചു എന്ന് പറയുന്നത് 10 കോടി രൂപ മാനത്തുമംഗലം ഒരടംപാലം ബൈപ്പാസിന് എന്നുള്ളതാണ്. പക്ഷെ അതിപ്പോൾ ആദ്യം വരെ ഒരു വ്യക്തത വരുത്തണം. ഇത് പെരിന്തൽമണ്ണക്ക് അവകാശപ്പെട്ടതാണോ മങ്കടക്ക് അവകാശപ്പെട്ടതാണോ? പിന്നീട് പറയുന്ന ബജറ്റ് വിഹിതം എന്ന് പറയുന്നത് 26-27 ബജറ്റ് ഇടതുപക്ഷ മുന്നണി അവതരിപ്പിച്ചപ്പോൾ 5 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ 25-26 അനുവദിച്ചിട്ടുള്ളതാണ്. അത് കഴിഞ്ഞ് പിന്നെ ഇവർ അവകാശപ്പെടുന്ന തുകയെ സംബന്ധിച്ച് വ്യക്തതല്ല. കാര്യം 16 പദ്ധതികൾ UDFൻ്റെ പരിഗണനക്കായിട്ട് നൽകിയിട്ടുണ്ട് എന്ന് സ്ഥലം MLA അവകാശപ്പെടുന്നു. ആ 16 പദ്ധതികൾക്ക് കൂടി വേണ്ടിയാണെങ്കിൽ പിന്നീട് അനുവദിച്ചു എന്ന് പറയുന്നത് കേവലം 5 കോടി രൂപ മാത്രമാണ്. യഥാർത്ഥത്തിൽ ഇത് മങ്കട മണ്ഡലത്തിലെ ജനങ്ങളെ, വോട്ടർമാരെ കബളിപ്പിക്കുകയാണ് ഈ ബജറ്റിലൂടെ ചെയ്തിട്ടുള്ളത് എന്നാണ് പറയേണ്ടി വരുന്നത് എന്നുള്ളതിൽ വളരെയധികം നിരാശയുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെയൊക്കെ ഈ ഓരോടംപാലം മാനത്തുമംഗലം ബൈപ്പാസിന് വേണ്ടി 10 വർഷം, അത് ഇപ്പോൾ പ്രധാനപ്പെട്ട UDF നേതാക്കൾ തന്നെ പറയുന്നുണ്ട്, എപ്പോഴും ബജറ്റിൽ 100 രൂപ മിഠായി മേടിക്കാൻ പിള്ളേർക്ക് കൊടുക്കണം, 100 രൂപ വയ്ക്കാറുള്ളൂ. ഇപ്പോൾ 10 കോടി തന്നെ അനുവദിച്ചു. അത് സ്ഥലം ഏറ്റെടുക്കുക, എന്നിട്ട് നമുക്ക് ബൈപ്പാസ് പണിയാം എന്ന തരത്തിലെ സ്ഥലം ഏറ്റെടുക്കലാണ് 10 കോടി അനുവദിച്ചിട്ടില്ലെന്ന് പറയുന്നു. അപ്പോൾ 10 കോടി അനുവദിച്ചല്ലോ, സ്ഥലം ഏറ്റെടുക്കട്ടെ എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ആ ബാക്കി പദ്ധതി സുഗമമായി നടക്കുകയാണെങ്കിൽ നമ്മുടെ നാടിന് തന്നെയല്ലേ ഗുണമുണ്ടാവുക എന്ന് തോന്നുന്നുണ്ടോ? ഈ വോട്ടർമാർ അനുഭവിക്കുന്ന ഈ ദുരിതത്തിന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് മയപ്പെടുത്തിയൊന്നും പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വലിയ പ്രതീക്ഷയിലാണ് ജനങ്ങള് UDFൻ്റെ MLA തെരഞ്ഞെടുത്തിട്ടുള്ളത്, UDFൻ്റെ ഭരണത്തെയും തെരഞ്ഞെടുത്തിട്ടുള്ളത്. പക്ഷെ ആ പ്രതീക്ഷക്കനുസരിച്ച് ഇവര് പ്രവർത്തിക്കാതെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ പറയാൻ പറ്റുള്ളൂ. യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ 10 കോടി രൂപ കൊണ്ട് എന്താണ് ഇവര് പ്രാഥമിക ചെലവുകൾ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഈ സ്ഥലം ഏറ്റെടുക്കേണ്ട കാര്യങ്ങൾ, ഇതിൻ്റെ ഏകദേശം ഒരു 10 കിലോമീറ്ററോളം വരുന്ന ഒരു ദൂരം ആണ് ഈ റോഡ് വേണ്ടി വരുന്നത്. അതിനെ സംബന്ധിച്ച് ഒരു ഗൗരവബുദ്ധി കാണിക്കാത്ത ഒരു നിലയാണ് ഇപ്പം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് തന്നെ വേണം പറയാൻ. എന്തായാലും മാധ്യമപ്രവർത്തകന ബഷീറിന്റെ അഭിപ്രായത്തിൽ ഒരു കബളിപ്പിക്കൽ ആണ് ഉണ്ടായിട്ടുള്ളതെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും ഇനിയും സമയമുണ്ടല്ലോ, ഇതിപ്പോൾ ആദ്യ ബജറ്റാണ്, ഇനി മാർച്ചിൽ വലിയ ബജറ്റ് വരാനിരിക്കുന്നു. ഏതായാലും എന്തൊക്കെയായാലും നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയം ഒക്കെ ഓരോരുത്തർക്കും ഉള്ളതാണ്. പക്ഷെ ഇങ്ങനെയുള്ള പദ്ധതികളൊക്കെ നടപ്പായി നമ്മുടെ നാടിൽ ഒരു യാത്രാമാർഗം തുറന്നു കിട്ടട്ടെ. ഈ ഗതാഗതക്കുരുക്കിൽ എത്ര കാലമാണ് ഇങ്ങനെ ജനങ്ങളിങ്ങനെ ഈ അനുഭവിച്ച് തീർക്കാന്ന് പറയില്ലേ, അതായത് ഈ വഴി വരെയാണെങ്കിൽ ദൈവമേ, അതായത് എല്ലാവരും അവരുടെ വിശ്വാസം അനുസരിച്ച് വിളിക്കുന്നു, ആ വഴി പോയാൽ പെടുമോ എന്ന് ചോദിച്ചു വരുന്നവര് നല്ലൊരു ബൈപ്പാസ് ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് അങ്ങോട്ട് പോകട്ടെ അല്ലേ. ഈ തുടക്കത്തിൽ തന്നെ നമുക്കൊരു ഇളവൊന്നും കൊടുത്തിട്ട്
ഇതങ്ങനെ ലഘൂകരിക്കാൻ പറ്റൂല. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. കാരണം അനുഭവിച്ച് തീർത്ത ദുരിതം അത്രമാത്രമാണ്. ഈ ഇടതുമുന്നണി ആയിരുന്നു തടസ്സം എന്ന് പറഞ്ഞിട്ട് ആ തടസ്സം നീക്കാനുള്ള ഒരു 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 ആവേശം കാണുന്നില്ല. മങ്കട MLA-ക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് എനിക്കൊരു ആശങ്ക ഉണ്ട്. അത് അദ്ദേഹം പറയേണ്ടതാണ്. എന്തായാലും ജനങ്ങളെ സംബന്ധിച്ച്, ജനങ്ങളെ ഭാഗത്ത് നിന്നൊരു പത്രപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ ഒരു മയവും നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് ജനത്തിനോട് ചെയ്യുന്ന ഒരു തെറ്റാണ് എന്നാണ് മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. മങ്കട മണ്ഡലത്തിലെ ബജറ്റിൽ എന്ത് കിട്ടിയെന്നുള്ള ചോദ്യത്തിന് മുസ്ലിം ലീഗിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഉമ്മർ അറക്കൽ ചില കാര്യങ്ങൾ പറഞ്ഞു. 2 മാധ്യമപ്രവർത്തകരോട് ചോദിച്ചപ്പോൾ അവർ ആധികാരികമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. അതിൽ DCC ജനറൽ സെക്രട്ടറി KS അനീഷ് കൂടി നമ്മോടൊപ്പമുണ്ട്. മങ്കട മണ്ഡലത്തിൽ എന്ന് തന്നെ പറയേണ്ടി വരുമല്ലോ. മങ്കട മണ്ഡലത്തിന്, താങ്കൾ മങ്കട മണ്ഡലത്തിൽപ്പെട്ട ഒരു ആളാണ് എന്ന നിലയ്ക്ക് ചോദിക്കുകയാണ്. സംസ്ഥാനത്ത് UDF-ന്റെ ആദ്യ ബജറ്റിൽ മങ്കട മണ്ഡലത്തിൽ എന്തെങ്കിലുമൊക്കെ കിട്ടിയോ എന്നൊരു ചോദ്യം ഉണ്ടാവുമല്ലോ. അതിനെന്തായിരിക്കും താങ്കൾ നൽകുന്നത്? മങ്കട മണ്ഡലത്തില് ഈ മങ്കടയിലെ ജനങ്ങൾ മാത്രമല്ല, ഈ ജില്ലയിലെ ജനങ്ങൾ മുഴുവൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഓരാടംപാലം മാനത്തുമംഗലം ബൈപ്പാസ്. ആ ഓരാടംപാലം മാനത്തുമംഗലം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആദ്യ ചുവടുവെപ്പ് അത് ഐക്യജനാധിപത്യ മുന്നണിയുടെ ആദ്യ ബജറ്റിൽ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചതാണ്. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഐക്യജനാധിപത്യ മുന്നണി, ഞങ്ങളുടെ 2 പ്രിയപ്പെട്ട MLA-മാർ അവർ പ്രഖ്യാപിച്ചതാണ്. VD സതീശൻ പെരിന്തൽമണ്ണയിലെ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ അലി സാഹിബിനെയും നജീബ് സാഹിബിനെയും ഇരുത്തി പ്രഖ്യാപിച്ചതാണ്. ആദ്യ ബജറ്റ് അല്ലത്, ഒരു ഇടക്കാല ബജറ്റാണ്. അപ്പൊ ആ ഇടക്കാല ബജറ്റിൽ 10 കോടി രൂപയാണ് മങ്കടയിലെ ജനങ്ങൾക്ക് VD സതീശന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഈ ഓരടംപാലം മാനത്തുമംഗലം ബൈപ്പാസിന് പ്രഖ്യാപിച്ചത് എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ സർക്കാരുകൾ ഇപ്പോ അതിനെതിരെ ഞാൻ 2 ദിവസമായിട്ട് ഇങ്ങനെ ഇന്നലെയും ഒക്കെ ഫേസ്ബുക്ക് കാണുകയാണ്, ലൈവ് കാണുകയാണ്, പല ആളുകളുടെയും ചില ആളുകളുടെ ലൈവ് കാണുകയാണ്. 100 രൂപ മാറ്റിവെച്ച ആളുകൾ 10 കോടി മാറ്റിവെച്ച ഞങ്ങൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ എന്ത് ധാർമ്മികതയാണ് ഇവിടുത്തെ CPM-നുള്ളത്? അവര് പറഞ്ഞതെന്താ, ഞങ്ങളുടെ MLA-മാർ വരണമെന്നാ. അത് ഈ അടുത്ത കാലത്തൊന്നും ഈ മങ്കടയിൽ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, മങ്കട എന്ന് പറയുന്നത് ജനാധിപത്യ മുന്നണിയുടെ ഉരുക്കുകോട്ടയാണ്. ആ ഉരുക്കുകോട്ടയിൽ നിന്ന് ഞങ്ങൾ വീണ്ടും പറയുന്നു, അടുത്ത സമ്പൂർണ്ണ ബജറ്റിൽ ഈ റോഡിനാവശ്യമായ, ഈ ബൈപ്പാസിനാവശ്യമായ വലിയ ഫണ്ട് നീക്കിവെക്കാൻ ഐക്യജനാധിപത്യ മുന്നണിയുടെ സർക്കാർ തയ്യാറാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് മാത്രമൊന്നുമല്ല, 20 കോടിയിൽ നമ്മുടെ 2-3 റോഡുകളുണ്ട്. ആ റോഡുകൾ കൊളത്തൂർ മലപ്പുറം റോഡ്, ആ റോഡിന് 4 കോടി രൂപയാണ് ഈ ബജറ്റിൽ, ഇടക്കാല ബജറ്റാണ്, ഞാൻ വീണ്ടും പറയുന്ന ഇടക്കാല ബജറ്റാണ്, അതിൽ നീക്കിവെച്ചത്. അതുപോലെ തന്നെ അങ്ങാടിപ്പുറത്തെയും ചെറുകുളമ്പിനെയും ബന്ധിപ്പിക്കുന്ന റോഡിന് 4 കോടി രൂപയും, മക്കരാപ്പറമ്പിലെ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന് 2 കോടി രൂപയും ഈ ഇടക്കാല ബജറ്റിൽ VD സതീശന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ മാറ്റിവെച്ചിട്ടുണ്ട്. അത് മങ്കടയുടെ പ്രിയങ്കരനായ ഞങ്ങളുടെ MLA, ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് മഞ്ഞളാംകുഴി അലി സാഹിബിന്റെ കൃത്യമായ ഇടപെടലുകളും ആസൂത്രണത്തിന്റെയും ഭാഗമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിലുള്ള ഉജ്ജ്വലമായ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. മങ്കടയിൽ വരുന്ന 5 വർഷം വികസനത്തിൻ്റെതായിരിക്കും. ഞങ്ങളെ ഞെക്കിക്കൊല്ലാൻ ശ്രമിച്ച, ഞങ്ങളെ ഈ മങ്കടയെ എങ്ങനെയെങ്കിലും തങ്ങളുടെ വരുതിയിലാക്കാൻ നോക്കിയ CPM-നെ ഈ നാട്ടിലെ ജനങ്ങൾ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ കാഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയ 40,000 വോട്ടിന്റെ ഭൂരിപക്ഷം അത് ഞങ്ങളിലുള്ള വിശ്വാസമാണ്, ജനാധിപത്യ പ്രസ്ഥാനത്തിലുള്ള വിശ്വാസമാണ്, ഈ സർക്കാരിലുള്ള വിശ്വാസമാണ്. ആ വിശ്വാസത്തെ മുഖവിലക്കെടുത്തുകൊണ്ട് മങ്കടയിൽ ചരിത്രപരമായ വലിയ വികസന പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുത്തു. ഏതായാലും മങ്കടയുടെ കാര്യത്തില്, ബജറ്റിലെ കാര്യത്തില് എല്ലാവരും ഒരു അഭിപ്രായങ്ങൾ പറയുന്നത്, എന്നാലും ഒരാൾ മറ്റൊരു അഭിപ്രായം പറഞ്ഞു. ഏതായാലും വികസനത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയമൊന്നും വേണ്ടല്ലോ. ഇനിയിപ്പോൾ അടുത്ത ബഡ്ജറ്റ് മാർച്ചിലാണ് സമ്പൂർണ്ണ ബജറ്റ് വരിക. ഓരോടംപാലം മാനത്തുമംഗലം ബൈപ്പാസ് പദ്ധതി എന്ന് പറയുന്നത് മങ്കട പെരിന്തൽമണ്ണ മണ്ഡലങ്ങളെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല. ദേശീയപാതയിലൂടെ കടന്നു പോകുന്ന ആയിരക്കണക്കിന് വാഹനങ്ങൾ, യാത്രക്കാരെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പം ഇത്തരമൊരു കാര്യത്തിൽ നേരത്തെ ഇദ്ദേഹം പറഞ്ഞ പോലെ, ഇദ്ദേഹവും ഉമ്മറയ്ക്കലേക്ക് പറഞ്ഞ പോലെ 100 രൂപ വെച്ചാണ് നേരത്തെയുള്ള ബഡ്ജറ്റുകളിലൊക്കെ ടോക്കൺ തുകയാണ് ഇട്ടിരുന്നത്. 10 കോടി അനുവദിച്ചു എന്നുള്ളത് ആശ്വാസമുള്ള കാര്യമാണ്. കാരണം അത് സ്ഥലമേറ്റെടുക്കലിനാണ്. ബാക്കി അടുത്ത സമ്പൂർണ്ണ ബഡ്ജറ്റിൽ അതിന് നല്ലൊരു തുക മാറ്റിവെക്കും, അതിൻ്റെ പ്രവൃത്തി മുന്നോട്ട് പോകും. ഏതായാലും
എല്ലാ അഭിപ്രായങ്ങളൊക്കെ സുന്ദരമായ അഭിപ്രായങ്ങളാവട്ടെ. വികസനത്തിന്റെ കാര്യത്തിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കാം. എത്രയും പെട്ടെന്ന് ഈ ഒരടംപാലം മാനത്തമംഗലം ബൈപ്പാസ് പദ്ധതി പൂർത്തീകരിക്കാൻ ഈ സർക്കാരിന് കഴിയട്ടെ. എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കണം എന്ന് കൂടിയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ജബ്ബാർ വേണാട്, വൺ ന്യൂസ്, പെരിന്തൽമണ്ണ. സന്തോഷങ്ങളും വിഷമങ്ങളും ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. പ്രത്യേകിച്ചും വിചാരിക്കാത്ത നേരത്തുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ. നിങ്ങളുടെ ഏത് സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ.